വെനസ്വേലയിൽ നടന്ന സൈനിക ഓപ്പറേഷനിൽ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും പിടികൂടിയത് അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് ആണെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ ഏറ്റവും രഹസ്യാത്മകമായ സൈനിക യൂണിറ്റാണിത്. ISIS തലവനായ അബൂബക്കർ അൽ ബാഗ്ദാദിയെ വേട്ടയാടിയ എലൈറ്റ് ഫോഴ്സ് US പ്രസിഡന്റിന്റെയും പ്രതിരോധ സെക്രട്ടറിയുടെയും നേരിട്ടുള്ള അനുമതിയോടെ മാത്രം നടപ്പിലാക്കുന്ന ഏറ്റവും സെൻസിറ്റീവ് മിഷനുകളാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അമേരിക്കൻ സൈനിക സംവിധാനത്തിലെ കൊലയാളി സംഘവും അക്രമാസക്തമായ മുഖവുമാണ് ഡെൽറ്റ ഫോഴ്സിന്റേത്. മദുറോയെ റാഞ്ചിയ US-ന്റെ ഡെൽറ്റ ഫോഴ്സിനെ കുറിച്ചറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 1977 നവംബർ 19 കേണൽ ചാൾസ് ബെക്വിത്തും കേണൽ തോമസ് ഹെൻറിയും ചേർന്ന് US-ൽ ഡെൽറ്റ ഫോഴ്സ് രൂപീകരിക്കുന്നത്. ബ്രിട്ടന്റെ പ്രശസ്തമായ സ്പെഷ്യൽ എയർ സർവീസ് യൂണിറ്റിന്റെ മാതൃകയിലാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. പെന്റഗണും ആർമി നേതൃത്വവും അംഗീകരിച്ചതോടെ 1979 പൂർണ്ണമായി പ്രവർത്തനക്ഷമമായി. 1980 ഓപ്പറേഷൻ ഈഗിൾ ക്ലോ ആയിരുന്നു ആദ്യ ദൗത്യം. ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടന്ന ശേഷം വിദ്യാർത്ഥികൾ തടവിലാക്കിയ അമേരിക്കൻ ബന്ദികളെ രക്ഷപ്പെടുത്താനായി നടത്തിയ ഈ ശ്രമം പക്ഷേ പരാജയപ്പെട്ടു. രഹസ്യ സ്വഭാവമാണ് ഏറ്റവും വലിയ സവിശേഷത. ഏതെങ്കിലും മിഷനിൽ ഈ യൂണിറ്റിന്റെ പങ്കാളിത്തം അമേരിക്കൻ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക പോലുമില്ല. ഭീകരവിരുദ്ധത എന്ന പേരിൽ മറ്റ് രാജ്യങ്ങളിൽ കടന്നുകയറി ഭരണത്തലവന്മാരെ വേട്ടയാടുന്ന അമേരിക്കയുടെ സ്ഥിരം ശൈലി നടപ്പാക്കുന്നത് ഈ രഹസ്യ യൂണിറ്റാണ്. അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഭരണകൂടങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ഡെൽറ്റ ഫോഴ്സിനെ ഉപയോഗിക്കുന്നതാണ് ചരിത്രം. ഫസ്റ്റ് സ്പെഷ്യൽ ഫോഴ്സസ് ഓപ്പറേഷൻ ഡിറ്റാച്ച്മെന്റ് ഡെൽറ്റ എന്നാണ് ഔദ്യോഗിക നാമം. US ആർമി സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിന്റെ കീഴിലാണ് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. എത്ര അംഗസംഖ്യ ഉണ്ടെന്ന കാര്യം പോലും അതീവ രഹസ്യമാണ്. IS-ന്റെ ഉന്നത നേതാക്കളെ വധിക്കാൻ രൂപീകരിച്ച എക്സ്പെഡറേഷണറി ടാർഗറ്റിംഗ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന കൊലയാളി സംഘത്തിന്റെ ഭാഗം കൂടിയാണ് ഡെൽറ്റ. അംഗങ്ങളുടെ പേര്, പരിശീലന രീതികൾ, ഓപ്പറേഷൻ വിശദാംശങ്ങൾ എന്നിവയെല്ലാം രഹസ്യമായി തുടരുന്നു. ഡെൽറ്റ ഫോഴ്സിലേക്കുള്ള തെരഞ്ഞെടുപ്പ് US സൈന്യത്തിലെ ഏറ്റവും കടുപ്പമേറിയ പ്രക്രിയകളിലൊന്നാണ്. ശാരീരികവും മാനസികവുമായ അതിരുകളെ പരീക്ഷിക്കുന്ന തീവ്രമായ പരിശോധനകളിലൂടെയാണ് അവർക്ക് കടന്നു പോകേണ്ടി വരിക. വെസ്റ്റ് വിർജീനിയയിലെ ക്യാമ്പ് ഡോസ്നിൽ 4 ആഴ്ചയോളമാണ് സെലക്ഷൻ പ്രക്രിയ നടക്കുക എന്നതാണ് വിവരം. ആർമി റേഞ്ചേഴ്സ്, ഗ്രീൻ ബെറേറ്റുകൾ തുടങ്ങിയ എലൈറ്റ് യൂണിറ്റുകളിൽ നിന്നാണ് ഭൂരിഭാഗം അംഗങ്ങളും വരുന്നതെങ്കിലും സെലക്ഷൻ ഒരു ബ്രാഞ്ചിൽ ഒതുങ്ങുന്നതല്ല. പരമാധികാര രാജ്യങ്ങളിൽ അധിനിവേശം നടത്താനുള്ള അമേരിക്കയുടെ സാമ്രാജ്യത്വ ആയുധമായാണ് അന്താരാഷ്ട്ര സമൂഹം ഡെൽറ്റ ഫോഴ്സിനെ വിലയിരുത്തിയിട്ടുള്ളത്. ലക്ഷ്യസ്ഥാനത്ത് ശബ്ദമുണ്ടാക്കാതെ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന നൂതന സാങ്കേതിക സംവിധാനങ്ങളാണ് പ്രത്യേകത. ഉയരത്തിന് തൊട്ടുമുകളിൽ ശബ്ദം കുറഞ്ഞ റോട്ടറുകൾ ഘടിപ്പിച്ച ബ്ലാക്ക് ഹേക്ക് ഹെലികോപ്റ്ററുകൾ വഴി പറന്ന് ശത്രുക്കളുടെ കണ്ണ് വെട്ടിക്കാനുള്ള കഴിവും ശ്രദ്ധേയമാണ്. അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി പോലും ഇല്ലാതെയാണ് നിലവിൽ വെനസ്വേലയിൽ ഡെൽറ്റ ഫോഴ്സിനെ ഇറക്കി ട്രംപ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ബന്ദിരക്ഷാ മിഷനുകൾ മുതൽ രാഷ്ട്ര നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള നടപടികൾക്ക് വരെ അമേരിക്കയുടെ ആയുധം ഈ ഫോഴ്സാണ്. ഉന്നത വ്യക്തികൾക്കുള്ള സുരക്ഷ, പാരമ്പര്യേതര യുദ്ധമുറകൾ എന്നിവയിൽ ഈ യൂണിറ്റിന് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ഒസാമ ബിൻ ലാദന് പിന്നിൽ പ്രവർത്തിച്ച സീൽ ടീം 6 തൊട്ട് താഴെയാണ് ഡെൽറ്റ ഫോഴ്സിന്റെ സ്ഥാനം. എങ്കിലും അതിസാഹസിക ദൗത്യങ്ങളിൽ അമേരിക്ക ഇറക്കുന്ന വിശ്വസ്ത ആയുധം ഈ നിഗൂഢ സൈനിക സംഘമാണ്.